السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 60-ാമത്തെ അധ്യായം സൂറ അൽ മുംതഹന, അതിലെ 1-ാമത്തെയും 2-ാമത്തെയും ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ അധ്യായം സൂറത്ത് സൊഫിൽ പല പ്രധാന വിഷയങ്ങളെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സത്യവിശ്വാസികൾ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പുലർത്തേണ്ട കണിശമായ ചില നിലപാടുകളെ സംബന്ധിച്ച് ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പരാമർശിക്കുകയാണ്. അത് ആയത്ത് വായിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ അതിലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഓരോ ആയത്ത് നമ്മൾ വായിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട, പാലിക്കേണ്ട വിശ്വാസപരവും കർമ്മപരവുമായ പല കാര്യങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ ക്ലാസ്സിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. തീർച്ചയായും പലപ്പോഴും നമ്മൾക്കറിവില്ലാത്ത അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അതാണ് ശരിയെന്ന് ധരിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഖുർആൻ ആ നിലപാടിന് അനുഗുണമാണോ അല്ലെങ്കിൽ ഖുർആനിന്റെ നിലപാടിനനുസരിച്ചാണോ പ്രസ്തുത വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൂറത്ത് അൽ മുംതഹന പരീക്ഷിക്കപ്പെടേണ്ടവൾ എന്ന അർത്ഥമാണ് ഈ അധ്യായത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. അൽ മുംതഹന എന്നും അൽ മുംതഹിന എന്നും ഇതിൻ്റെ പേരിന് വായനയുണ്ട്. പ്രസ്തുത അധ്യായത്തിലെ 1-2 ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. 1-ാമത്തെ ആയത്ത് അല്പം സുദീർഘമായ ആയത്തായതുകൊണ്ട് അതിലെ ഓരോ ഭാഗങ്ങൾ പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥവും ശേഷം അതിൻ്റെ വിശദീകരണവും നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة وقد كفروا بما جاءكم من الحق. ഈ 1-ാമത്തെ ആയത്തിലെ ആദ്യ ഭാഗമാണ് നമ്മൾ വായിച്ച് കേൾപ്പിച്ചത്. ഈ ഭാഗത്ത് പരാമർശിക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സത്യവിശ്വാസികളോട് അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം സത്യനിഷേധികളോട് സ്വീകരിക്കേണ്ട ചില നിലപാടുകളെ സംബന്ധിച്ചാണ്. യാ അയ്യുഹല്ലദീന ആമനു,
ഹേ സത്യവിശ്വാസികളെ, ലാ തത്തഖിദു അദുവി വ അദുവക്കും, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ സ്വീകരിക്കരുത്. ഔലിയ, മിത്രങ്ങളായിട്ട്, നിങ്ങൾ കൂട്ടുകാരായി, മിത്രങ്ങളായി, സഹായികളായി സ്വീകരിക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, അവരോട് സ്നേഹബന്ധം പുലർത്തിക്കൊണ്ട്. അവ സത്യനിഷേധികൾ എല്ലാ സത്യനിഷേധികളുമല്ല, മറിച്ച് നിങ്ങളുടെയും എന്റെയും ശത്രുക്കളായ സത്യനിഷേധികളെ, അവർക്ക് അവരിലോട് സ്നേഹം കാണിച്ച് അവരെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വചനത്തിന്റെ ആമുഖത്തിൽ അല്ലെങ്കിൽ ആദ്യത്തിൽ അള്ളാഹു പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും തെറ്റായി ഇത്തരം ആയത്തുകൾ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരോടും അവരെ ശത്രുക്കളായി കാണണമെന്നും അവരോട് സ്നേഹബന്ധമോ മമതയോ പുലർത്താൻ പാടില്ല എന്നും ഈ ആയത്തുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ആയത്തിന്റെ പശ്ചാത്തലവും അവതരണ പശ്ചാത്തലവും ആ സമയത്തെ അതിന്റെ കാരണങ്ങളും ആയത്തിൽ പ്രധാനമായി എന്തുകൊണ്ട് അവരോട് സ്നേഹബന്ധം പാടില്ല എന്ന് പറയുന്നതും കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുത്, അദുവി, എന്റെ ശത്രുക്കളെ. അള്ളാഹുവിന്റെ ശത്രു എന്ന് പറയുന്നത് സത്യവിശ്വാസം സ്വീകരിക്കാതെ അതിനെതിരെ പ്രവർത്തിക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശത്രുക്കൾ. അതോടൊപ്പം തന്നെ അതിൽ വിശ്വസിച്ചവരെ ആക്രമിക്കുന്ന ആളുകൾ. വ അദുവക്കും, നിങ്ങളുടെയും ശത്രുക്കളാണ് അവർ. നിങ്ങൾ ഈ വിശ്വാസം സ്വീകരിച്ചു എന്നതുകൊണ്ട് അവർ നിങ്ങൾ ആക്രമിക്കുകയും നിങ്ങളോട് ശത്രുത പുലർത്തുകയും നിങ്ങളെ മനുഷ്യരായി കാണുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളായ ഇവരെ ഒരിക്കലും ഔലിയ, നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്. എങ്ങനെ? തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, അവരോട് സ്നേഹം കാണിച്ച് അവരോട് സ്നേഹബന്ധം പുലർത്തി നിങ്ങൾ ആ ശത്രുക്കളെ, നിങ്ങളുടെയും അള്ളാഹുവിന്റെയും ശത്രുക്കളോട് അവരെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്. കാരണം എന്താ അറിയോ? അവരൊരിക്കലും നിങ്ങളെ സഹായിക്കുകയില്ല. കാരണം നിങ്ങൾ അവരുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തിനാ? അള്ളാഹുവിന്റെ വിഷയത്തിലാണ്, വിശ്വാസകാര്യങ്ങളിലാണ്. അതിലൊരിക്കലും അവർ നിങ്ങളെ സഹായിക്കുകയില്ല. മാത്രമല്ല, ആ കാര്യത്തിൽ നിങ്ങളോട് അവർ ശത്രുത പുലർത്തുന്നു. നിങ്ങൾ ആ വിശ്വാസം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ അവർ നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിന്റെ മൗലികമായ ഒരു നിലപാടാണ്. ഇത് വേറെ ഏതെങ്കിലും മതവിശ്വാസത്തിന്റെ ആളുകളായി എന്നതുകൊണ്ടല്ല. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിങ്ങളുടെ പിതാവോ നിങ്ങളുടെ മാതാവോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളോ സഹോദരികളോ ആരുമാകട്ടെ, അള്ളാഹുവിനോട് അവന്റെ വിശ്വാസത്തോട് ശത്രുത പുലർത്തി അതിന്റെ പേരിൽ നിങ്ങൾ ആക്രമിക്കുന്നുവെങ്കിൽ അവരോട് സ്നേഹബന്ധം പുലർത്താൻ പാടില്ല. അപ്പൊ ഇത് മതക്കാർ എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ വിശ്വസിച്ചു, അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങളെ ആക്രമിക്കുകയും നിങ്ങളെ അവർ ശത്രുക്കളായി കാണുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്ത് മുജാദലയിൽ ഈ കാര്യം ഒന്നുകൂടെ വ്യക്തമായി പറയുന്നുണ്ട്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ലാ തജിദു ഖൗമൻ, ഒരു ജനതയെ നീ കാണുകയില്ല. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനതയെ എങ്ങനെ കാണുകയില്ല? യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂല, അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും എതിർത്തു നിൽക്കുന്നവരോട് അവർ സ്നേഹബന്ധം പുലർത്തുന്നതായി നീ കാണുകയില്ല. വലൗ കാനൂ ആബാഅഹും, അവർ അവരുടെ പിതാക്കളാണെങ്കിലും, ഔ അബ്നാഅഹും, അവരുടെ മക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും, അവരുടെ സഹോദരങ്ങളാണെങ്കിലും, ഔ അശീറത്തഹും,
അല്ലെങ്കിൽ അവരുടെ കുടുംബ ബന്ധത്തിലുള്ളവരാണെങ്കിലും, അപ്പൊ അവരുടെ പിതാക്കളോ സഹോദരങ്ങളോ അതല്ലെങ്കിൽ അവരുടെ സ്വന്തം മക്കളോ അതല്ലെങ്കിൽ കുടുംബ ബന്ധത്തിൽപ്പെട്ടവരോ ആരാകട്ടെ, അവർ അള്ളാഹുവിനോടും റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരാണ് എങ്കിൽ അങ്ങനെയുള്ളവരോട് സ്നേഹബന്ധം പുലർത്തുന്ന സത്യവിശ്വാസികളെ നിനക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? സത്യവിശ്വാസം യഥാർത്ഥത്തിൽ സ്വീകരിച്ച ഒരു വിശ്വാസി, ആ വിശ്വാസി അള്ളാഹുവിനോട് എതിർത്ത് നിൽക്കുന്ന അത്തരം ആളുകളുമായി, അതാരാകട്ടെ, തന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട മക്കളോ സഹോദരങ്ങളോ സഹോദരികളോ ആരുമാകട്ടെ, അവരോട് സ്നേഹബന്ധം പുലർത്തുകയില്ല. കാരണം അവർ അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളാണ്. ഇത് ഇസ്ലാമിന്റെ മൗലികമായ ഒരു നിലപാടാണ്. അതിനർത്ഥം നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ സഹോദരികൾ അവർ സത്യവിശ്വാസികളായില്ല എന്നതുകൊണ്ടല്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുടെ മാതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഒരാളുടെ മാതാവ് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ മകളെ കാണാൻ അവർ വരുമ്പോൾ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭാര്യയ്ക്ക് അറിയില്ല. നബി തിരുമേനിയോട് അവർ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചത് എന്താ? എന്റെ മാതാവ് അവിശ്വാസിയാണല്ലോ, പക്ഷെ എന്നാലും മകളെന്ന നിലയ്ക്ക് എന്നെ കാണാനും സന്തോഷം പങ്കിടാനും വരുന്നു. നബി തിരുമേനി പറഞ്ഞു, നിന്റെ മാതാവിനോട് നീ ബന്ധം പുലർത്തുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ ഇവിടെ സത്യവിശ്വാസി അല്ലാത്തവരോടെല്ലാം മോശമായി അല്ലെങ്കിൽ അവരെ ശത്രുക്കളായി കാണണമെന്നല്ല. നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങളെ അവർ ശത്രുക്കളായി കാണുകയും ആ പേരിൽ നിങ്ങളെ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനോട് അവർ എതിർത്തു നിൽക്കുന്നു, അവന്റെ ദൂതനെ അവർ ആക്രമിക്കുന്നു. അങ്ങനെയുള്ള ശത്രുക്കളോട്, അവർ അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളാണ്, അവരെ ഒരിക്കലും ലാ തത്തഖിദു ഔലിയ, നിങ്ങൾ ഔലിയാക്കളായി മിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അത് മുസ്ലിങ്ങൾക്ക് തന്നെ പല കുഴപ്പങ്ങളും ഉണ്ടാക്കും. ഉദാഹരണം, ചരിത്രങ്ങളിൽ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. മദീനയിലെ യഹൂദികളും അറബികളും തമ്മിൽ ജാഹിലിയ കാലത്ത് നിലവിലുണ്ടായിരുന്ന പഴയ സഖ്യ ബന്ധങ്ങളും അതുപോലെ തന്നെ അയൽപക്ക ബന്ധങ്ങളും നിമിത്തം അതിന്റെ തുടർച്ചയായി പിന്നീട് ഇസ്ലാം വന്നു. അങ്ങനെ കുറെ ആളുകൾ മുസ്ലിങ്ങളായി. അപ്പോ പഴയ സ്നേഹബന്ധം, അവിടെ ഉണ്ടായിരുന്ന യഹൂദികളുമായുള്ള പഴയ സ്നേഹബന്ധം, ആ സ്നേഹബന്ധം നിലനിർത്തിപ്പോരുമ്പോൾ പലപ്പോഴും യഹൂദികൾ എന്ത് ചെയ്തു? ആ സ്നേഹബന്ധം മുതലെടുത്തുകൊണ്ട് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ രഹസ്യമായി അവരിൽ നിന്ന് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് ആ രഹസ്യമായി ചോർത്തിയെടുക്കാൻ ശ്രമിക്കുകയും അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇസ്ലാം വരുന്നതിന് മുമ്പ് അവർ പരസ്പരമുള്ള ബന്ധങ്ങൾ, ആ ബന്ധത്തിന്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷവും പല ആളുകളും ആ ബന്ധം നിലനിർത്തി. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ യഹൂദികൾ എക്കാലഘട്ടത്തിലും കുതന്ത്രങ്ങളുടെ പിതാക്കന്മാരാണല്ലോ. അവരെന്തു ചെയ്തു? അവരാ ബന്ധങ്ങൾ ഉപയോഗിച്ച് മുസ്ലിങ്ങളുടെ രഹസ്യങ്ങളും മുസ്ലിങ്ങൾക്ക് മാത്രം സവിശേഷമായ അവരുടെ കാര്യങ്ങളും ചുഴ്ന്നന്വേഷിക്കുകയും അതുമൂലം മുസ്ലിങ്ങൾക്ക് തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത്തരം സ്നേഹബന്ധം മുസ്ലിങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരം അവർ നിങ്ങളുടെയും അള്ളാഹുവിന്റെയും ശത്രുക്കളാണ്, അവരെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ആയത്തിന്റെ അടുത്ത ഭാഗം നോക്കാം. യുഖ്രിജൂനർ റസൂല വഇയ്യാകും അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും. ഇതാണ് രണ്ടാമത്തെ ഭാഗം. എന്താണ് ഇവിടെ പറയുന്നത് അറിയോ? എന്തുകൊണ്ട് നിങ്ങൾ അവരോട് സ്നേഹബന്ധം പുലർത്താൻ പാടില്ല എന്ന് പറഞ്ഞു? അത് വളരെ കൃത്യമായി നമ്മൾ വിശദീകരിച്ചു. വഖദ് കഫറൂ ബിമാ ജാഅക്കും മിനൽ ഹഖ്. അതിന്റെ ഇടയിൽ നമ്മൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണത്. വഖദ് കഫറു, അവർ അവിശ്വസിച്ചിരിക്കുന്നു.
ബിമാ ജാഅക്കും നിങ്ങൾക്ക് വന്നെത്തിയ സത്യത്തിൽ ബിൽ ഹഖ് മിനൽ ഹഖ് നിങ്ങൾക്ക് വന്നെത്തിയ സത്യത്തിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു. അഥവാ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത ആ സത്യത്തിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ അവർ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങളെയും ശത്രുക്കളായി കാണുന്നു. അവർക്കൊരിക്കലും നിങ്ങൾ ഈ വിശ്വാസം സ്വീകരിച്ചത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവന് തിരസ്കരിക്കാം. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. എന്നാൽ സ്വീകരിച്ച ഒരാള് ആ ഒരാളോട് മറ്റുള്ളവർക്ക് ദേഷ്യമോ അരിശമോ ശത്രുതയോ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഈ അവിശ്വാസികൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ആ വിശ്വസിച്ച ആളുകളോടും ആ വിശ്വാസം പ്രബോധനം ചെയ്യുന്ന പ്രവാചകനോടും ആ വിശ്വാസം അവതരിപ്പിച്ച പടച്ചു തമ്പുരാനോടും അവർ ശത്രുക്കളായി മാറി. അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് സ്നേഹബന്ധം പുലർത്താൻ പാടില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വീണ്ടും പറയും, യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും, നിങ്ങളെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദൂതനെയും അവർ പുറത്താക്കുകയും ചെയ്യുന്നു. അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ നാടുകളിൽ നിന്ന് അവർ നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, ഇതൊക്കെയാണ് ആ സ്നേഹബന്ധം. ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട വിശ്വാസം സ്വീകരിക്കാം, ഇവർക്ക് ഇവർ ഇഷ്ടപ്പെട്ട വിശ്വാസം സ്വീകരിക്കാം. പക്ഷെ നിങ്ങൾ ഈ സത്യവിശ്വാസം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ അവർ നിങ്ങളെ ആ നാട്ടിൽ നിന്ന് തന്നെ ആ രാജ്യത്തു നിന്ന് തന്നെ ഓടിക്കുകയാണ്. നിങ്ങളെ മാത്രമല്ല, അത് പ്രബോധനം ചെയ്യുന്ന അള്ളാഹുവിന്റെ ദൂതനായ പ്രവാചകനെയും. അതാണ് ഖുർആൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അപ്പൊ ഈ ഒരു ഏറ്റവും വലിയ ശത്രുതക്ക്, അല്ലെങ്കിൽ അവർക്കിവരെ ഇത്രയും വലിയ ശത്രുതക്കുള്ള കാരണം പ്രവാചകൻ അത് പ്രബോധനം ചെയ്യുന്നു, ചില ആളുകളൊക്കെ അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് അത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ പ്രബോധനം ചെയ്യുന്ന പ്രവാചകനെയും നിങ്ങൾ അതിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങളെയും യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും, നിങ്ങളെയും അദ്ദേഹത്തെയും അവർ പുറത്താക്കുന്നു നിങ്ങളുടെ നാടുകളിൽ നിന്ന്. അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ. അപ്പോ അവരെ മിത്രങ്ങളായി സ്വീകരിക്കരുതെന്ന് പറയാനുള്ള കാരണം അവർ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ശത്രുക്കളായി കണക്കാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ടാമതായി അള്ളാഹുവിൽ നിന്ന് അവതരിച്ച സത്യത്തിൽ അവർ അവിശ്വസിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂലിനെയും വിശ്വാസികളായ നിങ്ങളെയും നിങ്ങളുടെ നാടുകളിൽ നിന്ന് അവർ പുറത്താക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ ശത്രുത അവർ കാണിക്കുന്നത് കൊണ്ടാണ് അത്തരം ആളുകൾ നിങ്ങൾക്കൊരിക്കലും ഒരു ഗുണവും ചെയ്യുകയില്ല, ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പൊ അവരെ നിങ്ങൾ മിത്രങ്ങളായി, നിങ്ങളുടെ കൂട്ടുകാരായി, സഹായികളായി ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് നിങ്ങൾ അവരോട് പഴയതുപോലെ സ്നേഹബന്ധം പുലർത്തുമ്പോൾ ആ സ്നേഹബന്ധം ഉപയോഗിച്ച് തന്നെ അവർ നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയും അത് നിങ്ങൾക്കെതിരെ തന്നെ പ്രയോഗിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ ആയത്ത് ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലത്ത് പലപ്പോഴും എക്സ് മുസ്ലിങ്ങളും ഇസ്ലാമിന്റെ ശത്രുക്കളും മറ്റുള്ള മതക്കാർക്കെതിരാണ് വിശുദ്ധ ഖുർആനും മുസ്ലിങ്ങളുടെ നിലപാടുകളുമെന്നും വിശദീകരിക്കാൻ വേണ്ടി ഈ ആയത്തിനെ അതിന്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ചില വാക്കുകൾ, ചില പദങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് പലപ്പോഴും ദുർവ്യാഖ്യാനിക്കാറുണ്ട്. വിശ്വാസികളും ഈ ഖുർആനിന്റെ അനുയായികളുമായ ആളുകളെങ്കിലും എന്താണ് ഇതിന്റെ വസ്തുത എന്ന് മനസ്സിലാക്കി ആ തെറ്റിദ്ധാരണയിൽ നിന്ന് രക്ഷപ്പെടുകയും അങ്ങനെ തെറ്റിദ്ധരിച്ചവർക്ക് ആ കാര്യം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തതായി ഈ ആയത്തിന്റെ അടുത്ത ഭാഗത്ത് അള്ളാഹു പറയാട്ടോ, ഇൻ കുൻതും ഖറജതും ജിഹാദൻ ഫീ സബീലി വബ്തിഗാഅ മർളാതി തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദഹ വഅന അഅലമു ബിമാ അഖ്ഫൈതും വമാ അഅലൻതും വമൻ യഫ്അൽഹു മിൻകും ഫഖദ് ളല്ല സവാഅ സബീൽ. ഒന്നാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ
അള്ളാഹു പറയട്ടോ, ഇൻ കുൻതും ഖറജ്തും ജിഹാദൻ ഫീ സബീലി വബ്തിഗാഅ മർളാതി, എന്റെ തൃപ്തിയും പ്രതീക്ഷിച്ച് എന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദിന് വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ സത്യനിഷേധികളെ അല്ലെങ്കിൽ ആ ശത്രുക്കളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരോട് ജിഹാദിന് വേണ്ടി സമരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രീതിയല്ലല്ലോ. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി അവന്റെ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെയും നിങ്ങളുടെയും പ്രവാചകന്റെയും ശത്രുക്കളായ അവരോടൊരിക്കലും അവരോട് സ്നേഹബന്ധം കാണിച്ചുകൊണ്ട് അവരെ മിത്രങ്ങളായി സ്വീകരിക്കരുത് എന്നാണ് പടച്ചവൻ പറയുന്നത്. അപ്പൊ ഇത് ആ സന്ദർഭത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു നിലപാട് വിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞതാണ്. ഇതേ ഒരു ആശയത്തിൽ അല്ലെങ്കിൽ ഇതേ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹം ഇപ്പൊ നിങ്ങൾ മുസ്ലിങ്ങളായി എന്നതിന്റെ പേരിൽ നിങ്ങളെ ശത്രുക്കളായി കാണുകയും അതിൽ വിശ്വസിച്ചവരെ ഒക്കെ ശത്രുക്കളായി കാണുകയും നിങ്ങളുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ രാജ്യത്തു നിന്നോ പുറത്താക്കുകയും ചെയ്യുന്നു എങ്കിൽ അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. എന്നാൽ നിങ്ങളുടെ രാജ്യത്ത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടപ്രകാരമുള്ള മതവും ആദർശവും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു. മനുഷ്യരെന്ന പേരിൽ നിങ്ങൾ അവരോടും അവർ നിങ്ങളോടും സ്നേഹബന്ധം പുലർത്തുന്നു എങ്കിൽ അത് അനുവദനീയമായ ഒരു കാര്യമാണ്. അപ്പോ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഒന്നുകൂടെ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താ പറയുക, ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് ജിഹാദിന് പുറപ്പെടുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി ആണ് ആഗ്രഹിക്കുന്നത്, അവന്റെ സ്വർഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിങ്ങളുടെയും ശത്രുക്കളായ ഇവരോടൊരിക്കലും നിങ്ങൾ സ്നേഹബന്ധം പുലർത്താൻ പാടില്ല. അവരെ ശത്രുക്കളായിട്ട് തന്നെ കാണണം. ഇനി നിങ്ങളിൽ ചിലപ്പോ രഹസ്യമായി ചില ആളുകൾ അങ്ങനെ ചെയ്യും. പടച്ചവൻ പറയട്ടോ, തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ, നിങ്ങൾ ചില ആളുകൾ അവരോട് രഹസ്യമായ സ്നേഹബന്ധം പുലർത്തുന്നുണ്ടാകും. വാന അഅലമു ബിമാ അഖ്ഫൈതും, നിങ്ങൾ അങ്ങനെ ഗോപ്യമായി വെക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാണ്. മാത്രമല്ല വമാ അഅലൻതും, നിങ്ങൾ ഇങ്ങനെ ഗോപ്യമാക്കി രഹസ്യമാക്കി വെക്കുന്ന ആ സ്നേഹബന്ധത്തെക്കുറിച്ചും നിങ്ങൾ പരസ്യമാക്കുന്ന സ്നേഹബന്ധത്തെക്കുറിച്ചും അള്ളാഹുവിനറിയാം. വമൻ യഫ്അൽഹു മിൻകും, നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്നു, രഹസ്യമായി സ്നേഹബന്ധം പുലർത്തുന്നു, പരസ്യമായി സ്നേഹബന്ധം പുലർത്തുന്നു എങ്കിൽ ഫഖദ് ളല്ല സവാഅ സബീൽ, അവൻ നേർമാർഗത്തിൽ നിന്ന് പിഴച്ചു പോയിരിക്കുന്നു എന്ന് ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ ഇതിന്റെ ഒരു അവതരണ പശ്ചാത്തലമായി, ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായി ബുഖാരിയും മുസ്ലിമും ഒക്കെ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ആ സംഭവം നമ്മൾ ഒന്ന് ചെറുതായി വിശദീകരിക്കുമ്പോൾ ഈ ആയത്തുകൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയിച്ചടക്കാൻ അല്ലെങ്കിൽ മക്ക ഫത്തഹിന് വേണ്ടി അല്ലെങ്കിൽ മക്ക വിജയിച്ചടക്കാൻ തന്റെ സഹാബത്തുമായി പോകാൻ തീരുമാനിച്ചു. അപ്പം മദീനയിലുണ്ടായിരുന്ന നബി തിരുമേനിയുടെ സഹാബികളിൽപ്പെട്ട ഹാത്തിബ് ബിൻ അബീ ബുൽത എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹത്തിനും അതറിയാം. നബി തിരുമേനി സഹാബത്തിനോട് പറയാണ് മക്ക വിജയിച്ചടക്കാൻ പോകുന്ന കാര്യം. അപ്പൊ ഈ ഹാത്തിബ് ബിൻ അബീ ബുൽത എന്ന് പറയുന്ന ഈ സഹാബി എന്ത് ചെയ്തു, ആ ഒരു കാര്യം രഹസ്യമായി മക്കയിലെ ചില ആളുകളെ അറിയിക്കാൻ രഹസ്യമായ ഒരു ലെറ്റർ ഒരു സ്ത്രീയുടെ വശം മക്കയിലേക്ക് കൊടുത്തയച്ചു. അങ്ങനെ ഈ വിവരം അള്ളാഹു വഹീ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. എന്താണ് കത്തിലുള്ള ഉള്ളടക്കമെന്നറിയോ? നബി തിരുമേനിയും അനുയായികളും മക്ക വിജയിച്ചടക്കാൻ വരുന്നുണ്ട് എന്നൊരു കാര്യം. അതൊരു സ്ത്രീവശം ഒരു കത്തെഴുതി രഹസ്യമായി മക്കയിലേക്ക് അദ്ദേഹം കൊടുത്തയക്കുകയുണ്ടായി. അങ്ങനെ അള്ളാഹു വഹീ മുഖേന ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. ശരിക്കും ശ്രദ്ധിക്കണേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെയും മറ്റു ചിലരെയും വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരു സ്ത്രീ ഖാഹ് എന്ന തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോഴുള്ള ഒരു വലിയ തോട്ടമാണ്. ആ ഖാഹ് എന്ന തോട്ടത്തിൽ ആ സ്ത്രീ ഉണ്ടാകുമെന്നും അവരിൽ നിന്ന് ആ എഴുത്ത് വാങ്ങി വരണമെന്നും ഈ അലി റളിയല്ലാഹു അൻഹുവിനോടും മറ്റു ചിലരോടും ആവശ്യപ്പെട്ടു.
അങ്ങനെ അവർ ആ സ്ത്രീയെ അന്വേഷിച്ചു പോയി. ഈ തോട്ടത്തിൽ ആ സ്ത്രീയെ കണ്ടു. അവരോട് ആ കത്ത് ചോദിച്ചപ്പോൾ അവരാദ്യം നിഷേധിച്ചു. പക്ഷേ കുറച്ച് ഭീഷണിപ്പെടുത്തി കത്ത് അവരുടെ അടുത്തുണ്ട് എന്നിവിടെ സംസാരത്തിൽ ഉറപ്പാവുകയും എന്ന് ആ സ്ത്രീക്ക് തോന്നിയപ്പോൾ അവരുടെ മുടിക്കെട്ടിൽ നിന്ന് ആ കത്തെടുത്ത് അവർക്ക് നൽകി. ആ കത്തുമായി അവർ പ്രവാചകന്റെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കത്ത് കിട്ടിയപ്പോൾ വിവരങ്ങൾ അദ്ദേഹം അറിഞ്ഞല്ലോ. ഹാത്തിബ് ഇബ്നു അബീ ബുൽതയാണ് ആ കത്ത് കൊടുത്തത്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ കത്ത് ഇങ്ങനെ, അദ്ദേഹം ഒരു സഹാബിയാണ്, ആ കത്ത് കൊടുത്തയച്ചതിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ അദ്ദേഹം ആകെ പ്രയാസപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞു: പ്രവാചകരെ, ഞാൻ ഇസ്ലാമിൽ വന്ന ശേഷം അവിശ്വസിച്ചിട്ടില്ല, അവിടുത്തെ വഞ്ചിച്ചിട്ടുമില്ല, ഖുറൈശികളെ വിട്ടുപോന്ന ശേഷം അവരെ സ്നേഹിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ ഖുറൈശികളിൽപ്പെട്ടവനല്ലെങ്കിലും അവരുമായി കെട്ടുബന്ധമുള്ളവരാ എന്ന് പറഞ്ഞാൽ അവരുമായി വിവാഹബന്ധമുണ്ട്. തിരുമേനിയുടെ കൂടെയുള്ള എല്ലാ മുഹാജിറുകൾക്കും നാം അവിടെ വെച്ച്, മക്കയിൽ വെച്ച് അവിടെ ചെന്ന് ഖുറൈശികളുമായി ഏറ്റുമുട്ടുന്ന പക്ഷം അവരുടെ കുടുംബങ്ങളെയും സ്വത്തുക്കളെയും സംരക്ഷിക്കാനുള്ള ബന്ധുക്കൾ എല്ലാ മുഹാജിറുകൾക്കും, കാരണം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന ആളുകളാണല്ലോ മുഹാജിറുകൾ, അവരൊക്കെയാണല്ലോ യുദ്ധത്തിന് പോകുന്നത്. അപ്പൊ അവിടെ ഈ മക്കാരുമായി യുദ്ധം ചെയ്യുമ്പോൾ മുഹാജിറുകളുടെ മുമ്പ് മക്കാ നിവാസികളായിരുന്ന മുഹാജിറുടെ കുടുംബങ്ങളെ അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കാനും ഒക്കെ ഖുറൈശികൾക്ക് അവിടെ, ഈ മുഹാജിറുകൾക്ക് അവിടെ ബന്ധുക്കളുണ്ട്. എനിക്കവിടെ കുടുംബങ്ങളൊന്നുമില്ല, എന്നാൽ എന്റെ വിവാഹബന്ധവുമായി ബന്ധപ്പെട്ട് എന്റെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ അവിടെ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു സഹായഹസ്തം നൽകുവാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ ഒരു വിവരം അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അവരെന്റെ അവിടെയുള്ള ബന്ധുക്കളെ സഹായിക്കും എന്ന ഉദ്ദേശത്തിലാണ്. അതുമാത്രമാണ്, അല്ലാതെ ഞാൻ അവിശ്വസിക്കുകയോ ഖുറൈശികളുമായി രഹസ്യബന്ധം സ്ഥാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, അതേപോലെ തന്നെ അവിശ്വാസത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, ഇസ്ലാമിൽ നിന്ന് എനിക്കൊരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ക്ഷമാപണം, ഒഴികഴിവ് സ്വീകരിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ സഹാബികളിൽപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ നബി തിരുമേനിയോട് പറഞ്ഞു: നബിയെ, നിങ്ങൾ എന്നെ അനുവദിച്ചാൽ ഈ കപടവിശ്വാസിയുടെ തല ഞാൻ ഇപ്പൊ വെട്ടിക്കളയാം എന്നുവരെ പറയുകയുണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് എന്താ അറിയോ? ഉമർ, നിനക്കെന്തറിയാം? അദ്ദേഹം ബദർ യുദ്ധത്തിൽ എന്റെ കൂടെ പങ്കെടുത്ത ആളാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹം. താങ്കൾക്ക് എന്തറിയാം? മാത്രമല്ല, ബദറിൽ പങ്കെടുത്തവരോട് അള്ളാഹു ഒരുപക്ഷെ അവരുദ്ദേശിച്ചത് ചെയ്തുകൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു ഒരുപക്ഷെ അവർക്ക് പുറത്തു കൊടുത്തേക്കാം. അദ്ദേഹത്തിന്റെ ആ സ്ഥാനവും അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആ മഹത്വവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ അടക്കിയിരുത്തുകയാണ് ചെയ്തത്. സംഭവത്തിന്റെ ചുരുക്കം ഇതാണ്. ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, ദുരുദ്ദേശം കൊണ്ടോ അല്ലെങ്കിൽ വഞ്ചന നിമിത്തമോ അല്ല ഹാത്തിബ് ഇബ്നു അബീ ബുൽത എന്ന് പറയുന്ന സഹാബി അപ്രകാരം പ്രവർത്തിച്ചത്. ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ സംരക്ഷണാർത്ഥം ചെയ്തു പോയതാണ്. അത് പ്രവാചകൻ സ്വീകരിച്ചു. അപ്പൊ എത്ര വലിയ തെറ്റും അള്ളാഹു പൊറുക്കുമെന്നുള്ളതും മനുഷ്യരായ നമ്മളിൽ അതുപോലെ പലതും സംഭവിക്കുമെന്നുള്ളതിന്റെ ഒക്കെ തെളിവുകളാണ് യഥാർത്ഥത്തിൽ ഇത്. ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? അവസാനം അള്ളാഹു പറയാണ്, ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള രണ്ടാമത്തെ ആയത്താണ്. അതെന്താണ്? പഠിച്ചോ പറയണേ. ഇനി ഈ യസ്കഫൂക്കും, അവർ നിങ്ങളെ കണ്ടുമുട്ടുകയാണെങ്കിൽ യകൂനു ലക്കും മഅദാ, അവർ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കും. വയബ്സുതു ഇലൈക്കും, നിങ്ങൾക്ക് ശത്രുക്കളാണ് എന്ന് മാത്രമല്ല, അവർ അവരുടെ കൈകളും അവരുടെ നാവുകളും നിങ്ങൾക്കെതിരെ നീട്ടും. ബിസ്സൂഇ, ദുഷ്ടരാക്കോടുകൂടി. വവദ്ദു ലൗ തക്ഫുറൂൻ, നിങ്ങൾ അവിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അവർ അതിയായി ആഗ്രഹിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇനി നിങ്ങളെ കണ്ടാൽ തന്നെ അവർക്ക് നിങ്ങളോട് സ്നേഹബന്ധമൊന്നും ഉണ്ടാവില്ല,
നിങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾക്കെതിരെ സംസാരിച്ചും അതേപോലെ തന്നെ നിങ്ങൾക്കെതിരെയുള്ള അപരാധങ്ങളും അപവാദങ്ങളും പറഞ്ഞുകൊണ്ടും അവരുടെ കൈകളെ കൊണ്ടൊക്കെ നിങ്ങൾ അപ്പൊ നാക്കിനാലും വാക്കിനാലും പ്രവർത്തിയാലൊക്കെ അവർ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കും. അവർ നിങ്ങളെ ഉപദ്രവിക്കും. മാത്രമല്ല നിങ്ങൾ അവിശ്വസിച്ചിരുന്നെങ്കിൽ എന്നവർ അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ 2 ആയത്തുകളുടെയും വിശദീകരണം. ഇവിടെ നമ്മൾ വലിയൊരു തെറ്റിദ്ധാരണ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന, മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന വിമർശകരുണ്ട്. അതുപോലെ തന്നെ എക്സ് മുസ്ലിംകളുണ്ട്. അത്തരം വഞ്ചകരുടെ അല്ലെങ്കിൽ അത്തരം കുതന്ത്രക്കാരുടെ തന്ത്രങ്ങളിൽ അകപ്പെടാതെ ഈ ഖുർആനിന്റെ ഓരോ ആയത്തുകളും അതിന് അവതരണ പശ്ചാത്തലങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ അത് മനസ്സിലാക്കി അതിന്റെ യഥാർത്ഥ വശം മനസ്സിലാക്കുക. അല്ലാതെ ഇന്നൊരു രാജ്യത്ത് പല ആദർശങ്ങളും വിശ്വാസങ്ങളും സ്വീകരിക്കുന്ന വ്യത്യസ്ത മതക്കാരുമായി സ്നേഹബന്ധം പുലർത്താൻ പാടില്ല എന്നല്ല ഇസ്ലാം പറയുന്നത്. അതിനൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളെ കുറിച്ചാണ് ഇതിന്റെ ബാക്കി ആയത്തുകൾ തുടർന്നുള്ള ക്ലാസുകൾ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.